ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് പറയൽ ഗാട്ടിയ എന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തരിച്ചെടുക്കാം. ഇവിടെ കടലപ്പൊടിയൊക്കെ ഞാൻ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു കട്ടിയിൽ കുഴക്കണം എന്നല്ല. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. നമ്മൾ സ്പൂണിലൊന്ന് കോരി താഴേക്ക് ഇടാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ താഴെ വീഴരുത്. ആ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാനിവിടെ ടോട്ടൽ ഒരു 1/4 കപ്പാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇടിയപ്പത്തിൻ്റെ അച്ചിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയുള്ള പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, റിബൺ പ്ലേറ്റ്. ഇനി ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഉള്ളിലും ഈ പ്ലേറ്റിലും ഒക്കെ ഒന്ന് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ പൊന്തി വരികയാണ്, കളറൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ കറക്റ്റ് പാകത്തിനാണ് ഉള്ളത്. ഇനി ഗാട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതുപോലെ സ്ക്വീസ് ചെയ്തിട്ട് എടുത്താൽ മതി. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇത് എണ്ണയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കളർ മാറരുത് കേട്ടോ. മീഡിയം ചൂടാണ് ഈ ഓയിലിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് കളർ മാറാനും പാടില്ല. ഇതുപോലെ ബാക്കിയുള്ള മാവും നമുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ചെയ്യുന്ന സമയത്ത് മാവ് കട്ടി കൂടുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണേ. ഗാട്ടിയെ തിരിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ നമുക്ക് കിട്ടല് ചെറിയ ചെറിയ പീസസ് ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഗാട്ടിയ ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. നല്ല ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.